everyone, welcome back. So guys, അപ്പോൾ ഇന്ന് നമ്മളെ ആനിവേഴ്സറി ആണ്. സോ അപ്പോൾ നമ്മൾ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു മൂന്നാർ. നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പം നമ്മൾ ഷൊർണൂർ എത്താനായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പോയി നമുക്ക് പറയില്ലേ ചോദിച്ച് പോകാനോ അതിൽ നമുക്ക് മാപ്പൊക്കെ നോക്കി പോവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാറിലെത്താം. അപ്പം എന്തെങ്കിലും ഒരു കൊല്ലമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഒരു 2 മാസം ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഫീലാണ്. പക്ഷെ ഈ 2024-25 പെട്ടെന്ന് പോയില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളാണ്. ഓക്കെ, ഇപ്പം നല്ല മഴയാണ്, നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്ലീപ്പ് മോഡ് മാറ്റാൻ വേണ്ടിയിട്ടും ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ടും നമ്മൾ ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന പെരുമ്പാവൂർ എത്തുന്നതിന് കുറച്ച് മുമ്പാട്ടോ അവിടെയുള്ള ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് നല്ല ചൂടുള്ള ഗീ റോസ്റ്റോ അല്ലെങ്കിൽ നല്ല മസാല ദോശ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ രണ്ടുപേരും ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഗീ റോസ്റ്റ് ആയാലും മസാല ദോശ ആയാലും ഒപ്പം മുരുമുര ഉള്ളൊരു വട ഉണ്ടായ ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ഷെബി കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഓർഡർ ആക്കിയിട്ട് 50-50 ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതും തണുപ്പല്ലേ, അപ്പോൾ നല്ല ചൂടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ കോതമംഗലം പോവാണ്. നമ്മൾ എന്ത് ചെയ്തു, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി, പിന്നെ ഇരുങ്ങുട്ടിപ്പാറ അങ്ങനത്തെ ഒരു സ്ഥലം, പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ട്. ഇവിടുത്തെ 2 സ്പെഷ്യാലിറ്റി ഉണ്ടാകുന്നതെന്ന് പറയാം. ഓരോരുത്തർ ബിസിനസ് എന്താണ് അത് തന്നെയാണ് ആ ഒരു ഭാഗം മുഴുവൻ. അപ്പം ഞങ്ങൾ കമ്പനിപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ മുഴുവൻ ഫേർണിച്ചറാണ്. എനിക്കൊന്നും ഹോൾസെയിലും പിന്നെ അല്ലാണ്ട് റീറ്റെയിലും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 2 സൈഡിലും 3 സൈഡിലും നിറച്ച് എന്താണ് ഫേർണിച്ചേഴ്സാണ്. അപ്പം അതിനെ കുറിച്ച് മുന്നുള്ള സ്ഥലത്ത് വെറും ചിപ്സ് മാത്രമായിരുന്നു, ചിപ്സിൻ്റെ കടകൾ മാത്രം അടുത്തടുത്ത്. ഈ നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ അല്ലേ നമ്മളെ സൂക്കിൽ ഒരു ഭാഗത്ത് മൊബൈലാണ്, മുഴുവൻ മൊബൈല്, പിന്നെ ഒരു ഭാഗത്ത് മുഴുവൻ മറ്റേ ബാർബർ ഷോപ്പാണ് മുഴുവൻ. അങ്ങനെ അതേപോലെ ഇവിടെ എന്താണ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ. ഇപ്പം നമ്മൾ നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് എക്സാക്റ്റ്. അവിടെ മുഴുവൻ ഫേർണിച്ചർ കടയാണ്. ഇനി ഞാൻ അങ്ങനത്തെ ഇതിൽ കാണുകയാണെങ്കിൽ അടുത്തുള്ള നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതായി കണ്ടോ, ഈ കാണുന്നത് ഫർണിച്ചർ ഷോപ്പാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഫർണിച്ചർ ഷോപ്പാണ്. ഇനി അതിൻ്റെ അപ്പുറത്തും സെയിം ആണ്. അതായത് ഇവിടെ ഗ്രോസറീസ് പോലും ഇല്ല, വെറും ഫർണിച്ചർ ഷോപ്പ് മാത്രമായിട്ടാണുള്ളത് കേട്ടോ. ഒരു ഭാഗം മുഴുവൻ അങ്ങനെയാണ്. അങ്ങനെ എക്സാക്റ്റ് അല്ലെങ്കിലും ഏകദേശം നമ്മൾ അടിമാലി എത്താനായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന് ഷിബി പറയായിരുന്നു ഇത് മലയോര പ്രദേശമാണ്, അപ്പോൾ ഇവിടെ കടവും ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവും എന്ന് പറയായിരുന്നു. ചിലയിടത്തൊക്കെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലെ ആന ക്രോസ് ചെയ്യും അല്ലെങ്കിൽ കടുവ ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം നമ്മളെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മളിങ്ങനെ പോയപ്പോൾ വാട്ടർഫാൾസൊക്കെ കണ്ടു. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 2 o'clock-നായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാം യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തെ റെസ്റ്റോറൻറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ എല്ലാതും അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഷെബി അവസാനം ഒരു സീറ്റ് കണ്ടുപിടിച്ചു. കാരണം ഇവിടെ ഒരു വൺ ഓഫ് ദ ഗുഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ജ്യൂസും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ മിനിമലായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്, അപ്പോൾ കൂടുതൽ ഫുഡ് കഴിച്ചാൽ ശരിയാകത്തില്ല. അങ്ങനെ നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസും ഷെബിക്കൊരു മാംഗോ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ജ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്, കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പം കസ്റ്റമേഴ്സിനെ മുഷിപ്പിക്കേണ്ട വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
വേഗം കഴിക്കേണ്ടതുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് കഴിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ടൈം കുറേ എടുത്തിട്ടുണ്ട്. ഞാനെപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ഷെബി വിശപ്പുകൊണ്ട് ആദ്യം ഇരുന്ന് കഴിക്കും. എനിക്ക് വീഡിയോ എടുത്തതിന് ശേഷമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകഴിഞ്ഞ് നമ്മൾ 2 പൊറോട്ടയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പോക്ക് എന്തൊരു പോക്ക് എന്നാണെങ്കിൽ നമ്മൾ ആനിവേഴ്സറി ആയിരുന്നു. നമ്മൾ ഈ സ്റ്റേക്കേഷനൊക്കെ ഇപ്പോൾ ആനിവേഴ്സറിൻ്റെ തലേദിവസം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാമെന്നാണ് മെയിൻ ബേസായിട്ട് ചെയ്യുക വിചാരിച്ചത്. കാരണം അവിടെ ചെന്നാൽ ഇനി കേക്ക് ഉണ്ടാവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഓൾറെഡി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി സ്റ്റേക്കേഷനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിമാലി എത്തിയപ്പോൾ നമ്മൾ കേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡെലിവറി ഉണ്ടോയെന്ന്. അപ്പോൾ അവർ ഡെലിവറി ഒന്നുമില്ല, പിന്നെ നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ റിസ്ക് എടുത്തില്ല. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് അറ്റ് മൂന്നാറിൽ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു, കോടയൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. ആൻഡ് അവർ പറഞ്ഞത് രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെ ഭയങ്കര കോടയായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നമ്മളെത്തിയ സമയത്ത് നല്ലൊരു വെതറായിരുന്നു, നല്ലൊരു തണുപ്പും നല്ലൊരു വിശാലതയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളെപ്പോഴും ഗ്രീനിഷ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഗുഡായിരിക്കും. എനിവേ ഫൈനലി നമ്മൾ 0 ഡിഗ്രി ജംഗിൾ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണ് ഇതുള്ളതെന്ന് പറയുന്നത്. ഇവിടെ 4 ഹണിമൂൺ കോട്ടേജും പിന്നെ 4 5 ഒക്കെ സ്റ്റാൻഡേർഡ് കോട്ടേജൊക്കെയാണ് ഉണ്ടായിരുന്നത്. എനിവേ നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്ക് എൻട്രൻസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര അധികം ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയില്ലായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് തേയിലത്തോട്ടമായതുകൊണ്ട് തന്നെ നമ്മളെ ഈ ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല വ്യൂസ് കിട്ടും. സോ ഗായ്സ്, അപ്പോൾ നമ്മളെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് അറിയില്ല, എനിക്ക് അപ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്തിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ടോട്ടലി ഗുഡ്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ പ്രോസസ്സിലാണ്. ഷെബി ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നാലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. നമ്മളെ ലഗേജസൊക്കെ എടുത്തിട്ട് റൂമിൽ വെക്കണ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയത് ഈവനിങ്ങിലായിരുന്നു. അങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ കോട്ടേജിലേക്ക് പോവാണ്. നമ്മൾ കോട്ടേജ് ഏറ്റവും ലാസ്റ്റിൽ നിന്ന് സെക്കൻഡിലായിരുന്നു. അവിടെ ഫുൾ ടീ പ്ലാന്റ്സ് ആണ് ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ നമ്മളെവിടെയൊന്നും ടീ പ്ലാന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള റിസോർട്ട്സൊക്കെ ഒന്നുകൂടി കാണാനും ആംബിയൻസൊക്കെ ഗുഡായിരിക്കുന്നു. അങ്ങനെ നമ്മളിത് 808 ആയിരുന്നു നമ്മളെ റൂമിൻ്റെ നമ്പർ. അങ്ങനെ നമ്മൾ റൂമിലേക്കൊക്കെ എൻ്റർ ചെയ്തു. അടിപൊളി റൂമായിരുന്നു. സംഭവം ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മൾ റൂമിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ തുറന്നു വന്നാൽ നമ്മൾ റൂം, ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ടേബിളും 2 ചെയേഴ്സും പിന്നെ നമ്മൾ ബെഡ്, പിന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇരുന്നിട്ട് വ്യൂസ് കാണാമായിരുന്നു. കാരണം വ്യൂ കണ്ടോ, അടിപൊളി വ്യൂ ആണ്. ഫുൾ ടീ പ്ലാന്റ്സും പച്ചപ്പും നമുക്ക് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിലും ഒരു വൈബ്രൻറ്റ് ഫീലായിരിക്കും. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേറെ വൈബായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെബി ഇപ്പോൾ ഇതിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ രണ്ടാമത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റൂമിൽ നിന്ന് തന്നെ നേരിട്ട് വ്യൂസ് കാണാം. അതും ഈ ടീ പ്ലാന്റ്സ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു TV സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ എയർ കണ്ടീഷണർ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടോയ്ലറ്റ് അത് മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു ടോയ്ലറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു വീട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യൽ ടോയ്ലറ്റ് അടിപൊളിയാണെങ്കിൽ ആ വീട് അടിപൊളിയായിരിക്കുന്ന അത്രത്തോളം ഞാൻ ടോയ്ലറ്റിൽ കൺസേൺഡ് ആണ്. അപ്പം നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി 5:30 ടൈമിലൊക്കെ ആയി. അപ്പോൾ നമുക്ക് പൂളൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പൂളിൽ പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ പൂളിൽ എന്തൊക്കെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു പൂൾ ഏരിയ എന്ന് പറയുന്നത്. സോ ഇതാണ്, ദിസ് ഈസ് ഷെബി വാലി. ഹായ് ഷെബി വാലി. അതുകൊണ്ടൊക്കെ മൈൻഡ് ചെയ്തിട്ട് പോടാ. സോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ വ്യൂ ആണ് ഗായ്സ്. നമുക്കിവിടുന്ന്
തേയിലത്തോട്ടം അതുപോലെ എല്ലാ കാര്യങ്ങളും കാണാം. സോ ഇതാണ് നമ്മളെ ഓൾ ഓവർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു പൂൾ ഏരിയ എന്ന് പറയുന്നത്. സോ ഇതാണ്, ദിസ് ഈസ് ഷെബി വാലി. ഹായ് ഷെബി വാലി. അതുകൊണ്ടൊക്കെ മൈൻഡ് ചെയ്യാതെ പോകണം, മൈൻഡ് ചെയ്തിട്ട് പോടാ. സോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ വ്യൂ ആണ് ഗായ്സ്. നമുക്കിവിടുന്ന് തേയിലത്തോട്ടം അതുപോലെ എല്ലാ കാര്യങ്ങളും കാണാം. സോ ഇതാണ് നമ്മളെ ഓൾ ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്നതിൽ ലാസ്റ്റിൻ്റെ, അതായത് മുന്നിൽ, അതായത് സെക്കൻഡ് ലാസ്റ്റുള്ള കോട്ടേജസിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പിന്നെ ഈ ലാസ്റ്റ് കാണുന്നത് ഇതൊരു പൂൾ വില്ലാണ്, പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അങ്ങനെ ഷിപ്പിംഗ്, ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നുണ്ട്. തണുപ്പുള്ള സ്ഥലത്ത് വന്ന് പൂളിൽ ചാടിയ ഇങ്ങനെയായിരിക്കും. തണുത്ത എങ്ങനെയുണ്ട് ഷെബി? മൂന്നാമത്തെ തണുപ്പില്ലാന്നല്ല എൻ്റെ പരാതി പറഞ്ഞില്ലേ? ഇവിടെ ഒരാള് മേനു. ഓക്കെ, നമ്മൾ അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഉറക്ക പോകുന്നു ബസ്. ആൻഡ് ദിസ് ഈസ് ദ നൈറ്റ് വ്യൂ. ഇപ്പം നമ്മളെ പൂളൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സിലൂടെ പറഞ്ഞിരിക്കണേ. അപ്പം നമ്മൾ ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. നമ്മളൊരു 8 o'clock 8:30 ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ജലദോഷമുള്ളതുകൊണ്ട് വെള്ളത്തിൽ കളിച്ചപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം എനിക്ക് ഇവിടെ ഒരു ബെനിഫിറ്റ്. അങ്ങനെ നമ്മളെ റൂമിൽ കോഫീൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കോഫി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരു ഫിലിമോ സീരീസ് ആണെന്ന് തോന്നുന്നു, അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഷെബിനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ആളെന്തോ കോളിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, കോൾ കഴിഞ്ഞിട്ട് വരട്ടെ വിചാരിച്ചു. അങ്ങനെ കോൾ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ സെറ്റാക്കി അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചെറുതായിട്ട് കോടൊക്കെ ഇറങ്ങിയിട്ട് ഒന്നുകൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ റിസോർട്ടിലത്തെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ കപ്പിൾസും ഒക്കെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മളും അതിലൊരു സൈഡിൽ പോയിട്ടിരുന്നു. ഇതാ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് നമ്മൾ ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പോകുന്ന മാതിരി ക്യാമ്പ് ഫയർ ഓൺ ആക്കിയിട്ടിട്ട് അതിന് ചുറ്റും ആളുകൾ പാടുക, ഡാൻസ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. പൊതുവെ കപ്പിൾസ് മാത്രമല്ലേ വരുന്നത്, അതും റിസോർട്ടിൽ ഫാമിലി ആയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവന് ഇരുന്നിട്ട് കുറേ വർത്താനം പറഞ്ഞു. ഞാൻ എൻ്റെ കോളേജിൽ നിന്നും എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയപ്പോൾ ഇതുമാതിരി ക്യാമ്പ് ഫയറിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അവന് പോയപ്പോഴുള്ളത് അവനൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അതിനിടയിൽ ആ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ സോങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അപ്പം നമ്മൾ സ്റ്റെപ്പും നമ്മളെ സംസാരമൊക്കെ മാറ്റും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് ഒന്നുകൂടി നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആണ് ഷെബിയാൽ ഊഞ്ഞാൽ കണ്ടത്. ഊഞ്ഞാൽ കണ്ട പിന്നെ വേറെ ഒന്നും പറയാനില്ല, അവൻ അതിലിരുന്നിട്ട് ആടാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കാമെന്ന്. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റാൾ നല്ല ഊഞ്ഞാലാടല്ല കേട്ടോ. മൂപ്പർക്ക് എന്തോ മൂപ്പര് ചൈൽഡ്ഹുഡ് തിരിച്ചിട്ടേ മാതിരിയാണ്, ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഷെബി എനിക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഉണ്ടായിരുന്നു. എനിവേ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി എന്ന് പറയുന്നത്. കേക്ക്, ഫുഡ് ആൻഡ് ദിസ് ഓൾസോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഇറ്റ്സ് ബീൻ 1 year ആയി നമ്മളെ മാരേജ് കഴിഞ്ഞിട്ട്. അതിൽ എനിക്ക് തോന്നുന്നു നമുക്കത് പെട്ടെന്ന് കഴിഞ്ഞ പോലെ 2 മാസമൊക്കെ ആയിട്ടുള്ള നമ്മളെ കല്യാണം കഴിഞ്ഞു എന്നുള്ള മൈൻഡിലാണ് നമ്മൾ. എനിവേ എനിക്കെപ്പോഴും പറയാനുള്ളത്, നമുക്ക് എത്ര തിരക്കുകളുണ്ടെങ്കിലും എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഇനി നമുക്ക് എപ്പോഴും പറയുന്നത് നമ്മൾ ഡിപ്രഷനിലാണെങ്കിൽ പോലും നമ്മൾ
എപ്പോഴും പുറത്ത് പോകാനും ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. ബിക്കോസ് ഇത് മാത്രമേ നമ്മളെ ലൈഫ് ലോങ് നിലനിന്ന് പോകുള്ളൂ. ബാക്കിയുള്ള ദേഷ്യങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് മറക്കും. മെമ്മറബിളായിട്ട് എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടുണ്ടായിരുന്ന മൊമെൻറ്റ്സേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതെപ്പോഴും കീപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിവേ അങ്ങനെ നമ്മൾ ഒരു ഇയർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി.